അൽ വഹദത്ത് സാനിയ മിൻ ഹദീർ റിസാലത്തി, പ്രവാചകത്വത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളിൽ നിന്നും, അതായത് ചില ഹദീസുകൾ. ഫളലുൽ ഇൽമി വൽ അമലി വത്തക്കസുബി, വിജ്ഞാനത്തിൻ്റെയും ജോലിയുടെയും സമ്പാദനത്തിൻ്റെയും മഹത്വം. യഹസുന അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി നമ്മളെ പ്രേരിപ്പിക്കുന്നു. അലൽ ഇൽമി, വിജ്ഞാനത്തിന്, ഇൽമിന് അതായത് ഇൽമ് നേടാൻ, വൽ അമലി, ജോലി ചെയ്യാൻ, വസ്സഈ തകസുബി, സമ്പാദിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ. വയുഷജ്ജുന, പ്രവാചകൻ നമ്മെ പ്രേരിപ്പിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. അലാദാലിക്ക, ഇതിൻ്റെ മേലൊക്കെ, ബി അസാലീബ മുതഅദ്ദിദ, പല രീതികളിൽ. ഇവിടെ 3 ഹദീസുകളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഒന്നാമത്തത്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മാത്തൽ ഇൻസാനു, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ഇൻഖതഅ അൻഹു അമലുഹു, അവൻ്റെ അമലുകളൊക്കെ അവനിൽ നിന്നും മുറിഞ്ഞു പോകും. ഇല്ലാമിൻ സലാസത്തിൻ, 3 കാര്യങ്ങളൊഴികെ. എന്തൊക്കെയാണ് അവ? ഇല്ലാമിൻ സ്വതക്കത്തിൻ ജാരിയ, ജാരിയായ സ്വതക്ക, അതായത് നിലനിൽക്കുന്ന സ്വതക്ക. നമ്മളൊരു സ്വതക്ക ചെയ്തു, ഒരു ഉദാഹരണത്തിന് ഒരു കിണർ കുഴിച്ചു, അതിൽ നിന്നും നമ്മൾ മരിച്ചതിന് ശേഷവും ആളുകൾ ഉപകാരം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം മരിച്ചു കഴിഞ്ഞാലും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് സ്വതക്ക ജാരിയ. പിന്നെ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരമെടുക്കുന്ന ഇൽമ്. മരിക്കുന്നതിന് മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും ഇൽമ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അറിവ് ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ, ആ അറിവ് അവർ മറ്റുള്ളവർക്ക് നൽകുന്നു, അവർ പിന്നീടുള്ളവർക്ക് നൽകുന്നു. അങ്ങനെ അത് എത്ര കാലം നിലനിൽക്കുന്നോ അതിൻ്റെയൊക്കെ പ്രതിഫലം ഈ മരിച്ചയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അതേപോലെ മരിച്ചയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകൻ അല്ലെങ്കിൽ സന്തതി, മകനോ മകളോ ആരെങ്കിലും, അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലം അവർക്ക് മരിച്ചു കഴിഞ്ഞാലും ലഭിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത ഹദീസ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ നഫസ അൻ മുഅ്മിനിൻ, ആരെങ്കിലും ഒരു മുഅ്മിനിനെ ലഘൂകരിച്ചു കൊടുത്താൽ, കുർബത്തൻ മിൻ കുറബി ദുന്യ, ദുനിയാവിലെ എന്തെങ്കിലും ഒരു ദുരിതം, നഫസല്ലാഹു അൻഹു, അവന് അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കും. കുർബത്തൻ മിൻ കുറബി യൗമിൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിലെ ദുരിതങ്ങളിൽപ്പെട്ട ഒരു ദുരിതം അവന് ലഘൂകരിച്ചു കൊടുക്കും പകരമായിട്ട്. വമൻ യസ്റ അല മോസിനിൻ, പ്രയാസപ്പെടുന്ന ഒരാൾ എളുപ്പമാക്കി കൊടുത്താൽ, യസ്സർ അല്ലാഹു അലൈഹി ഫി ദുന്യ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവന് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും കാര്യങ്ങൾ. വമൻ സത്തറ മുസ്ലിമൻ, ആരെങ്കിലും ഒരു മുസ്ലിമിനെ മറച്ചു വെച്ചാൽ, എന്ന് വെച്ചാൽ ഒരു മുസ്ലിമിൻ്റെ എന്തെങ്കിലും ഒരു ന്യൂനത, എന്തെങ്കിലും ഒരു പോരായ്മ ആരെങ്കിലും മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെച്ചാൽ, സത്തറഹുല്ലാഹു ഫി ദുന്യ വൽ ആഖിറ, അള്ളാഹു അവനെ ദുനിയാവിലും ആഖിറത്തിലും മറച്ചു പിടിക്കുന്നതാണ്, അവൻ്റെ പോരായ്മകളും മറച്ചു പിടിക്കും. വല്ലാഹു ഫി ഔനിൽ അബ്ദി, അള്ളാഹു തൻ്റെ അടിമയെ സഹായിക്കുന്നതാണ്. മാക്കാനൽ അബ്ദു ഫി ഔനി അഖീഹി, അടിമ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം. നമ്മൾ സഹോദരങ്ങളെ സഹായിച്ചാൽ, മറ്റുള്ളവരെ സഹായിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കും. വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, അറിവ് അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു വഴി തേടിയാൽ, സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അവൻ്റെ ആ പ്രവർത്തനം കൊണ്ട്, അവൻ്റെ ഈ അറിവിനോടുള്ള അറിവ് തേട്ടം കൊണ്ട് അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. അടുത്തത്, അനിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ അക്കല അഹദുൻ ത്വആമൻ, ആരും ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല, ഖത്തു തീരെ, ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി, തൻ്റെ കൈകൊണ്ട് സമ്പാദിച്ച പണം കൊണ്ട് കഴിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം, അതിനേക്കാൾ നല്ല ഭക്ഷണം ആരും കഴിച്ചിട്ടില്ല. സ്വന്തം അധ്വാനിച്ച് കഴിക്കണം. ഇന്ന നബി അല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി കാന യഅകുലു മിൻ അമലി യദിഹി, തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു. ദാവൂദ് നബി ഇരുമ്പ് കൊണ്ട് ജോലി ചെയ്ത ആളാണല്ലേ, ഇരുമ്പ് ഉരുക്കി ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ നിർമ്മിച്ചിരുന്ന വ്യക്തിയാണ് ദാവൂദ് നബി. അനി സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഅൻ യഅഖുദ അഹദുക്കും ഹബ്ലഹു, നിങ്ങളിൽ ഒരാൾ അവൻ്റെ കയർ എടുക്കട്ടെ, ഫയഅതി ബിഹുസ്മത്തിൽ ഹതബി അലാ ലഹരിഹി, എന്നിട്ട് ഒരു കെട്ട് വിറക് തൻ്റെ ചുമലിൽ വഹിച്ചു കൊണ്ടുവരട്ടെ, ഫയബിഉഹ, എന്നിട്ടത് വിൽക്കട്ടെ. അതായത് കയറും കൊണ്ടുപോയി വിറക് ശേഖരിച്ച് കൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊണ്ടുപോയി അത് വിൽക്കട്ടെ. ഫയകുഫ് അല്ലാഹു ബിഹ വജ്ഹഹു,
അങ്ങനെ ചെയ്താൽ അള്ളാഹു അവൻ്റെ മുഖം കാത്തുരക്ഷിക്കുന്നതാണ്. അതായത് അവൻ്റെ ആത്മാഭിമാനം അള്ളാഹു കാത്തു സൂക്ഷിക്കും. അങ്ങനെ ചെയ്യുന്നത് ഖൈറുല്ലഹു, അവന് നല്ലതാണ്, മിൻ അൻ യസ് അല, ചോദിക്കുന്നതിനേക്കാൾ, മിൻ അൻ യസ് അല നാസ, ജനങ്ങളോട് ചോദിച്ച് സമ്പാദിക്കുന്നതിനേക്കാൾ, അതായത് യാചിച്ച് സമ്പാദിക്കുന്നതിനേക്കാൾ നല്ലതാണ് എത്രയും വലിയ കഠിനമായ ജോലിയാണെങ്കിലും അത് ചെയ്യൽ. അങ്ങനെ യാചിച്ചാൽ, ജനങ്ങളോട് പണത്തിന് വേണ്ടി ചോദിച്ചാൽ, ആഴ്ത്തഹു, ഒരുപക്ഷെ ജനങ്ങൾ അവന് നൽകിയേക്കാം, ഔ മനഹു, അല്ലെങ്കിൽ തടഞ്ഞേക്കാം, നൽകാതിരുന്നേക്കാം. ഏതായാലും ചോദിച്ചു കഴിഞ്ഞാൽ അവന് ആത്മാഭിമാനം ഉണ്ടാവുകയില്ല അല്ലേ. അപ്പോൾ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ ആത്മാഭിമാനം അള്ളാഹു കാത്തു സൂക്ഷിക്കും. ഇവിടെ വാക്കർത്ഥങ്ങൾ കൊടുത്തിരിക്കുന്നു. അതേപോലെ ഇത് ഹദീസുകൾ പൂരിപ്പിക്കാനുള്ളതാണ്. പിന്നെ മായുസ്തഫാദ് മിനൽ ഹദീസ്, ഹദീസിൻ്റെ ആശയം ഒന്നുകൂടെ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഷജ്ജാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ത്വലബിൽ ഇൽമി വൽ അമലി വൽ ജുഹൂദി ഫീ സബീലി തകസ്സുബ്, സമ്പാദനം അല്ലേ, സമ്പാദനത്തിനും അതേപോലെ ജോലി ചെയ്യാനും ഇൽമ് നേടാനും പ്രവാചകൻ പ്രേരിപ്പിക്കുന്നു. വൽ ഇർത്തിസാഖി, അതേപോലെ ഉപജീവനം കണ്ടെത്താനും. വയുർഷിദുൽ ഇഹ്തിഫാദ് അലൽ അലാഖാതി ബൈന അഫ്രാദിൽ മുജ്തമ, സമൂഹത്തിലെ വ്യക്തികളോട് നല്ല ബന്ധം കീപ്പ് ചെയ്യാനും പ്രവാചകൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ലാ യസാലുൽ ഇൻസാനു യനാലുൽ അജ്റ വസ്സവാബ മിനല്ലാഹി, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യന്. ഫി ഉമൂരിൻ സലാസത്തിന്, 3 കാര്യങ്ങളിൽ, ഹത്താ ബഅദ മൗതിഹി, മരണത്തിൻ്റെ ശേഷവും. വഹിയ സദഖത്തുഹു അൽ ജാരിയ, ജാരിയായ സദഖ, വ ഇൽമുഹു അല്ലദി യസ്തഫീദു മിൻഹുൽ ആഖറൂന, മറ്റുള്ളവർ ഉപകാരമെടുക്കുന്ന ഇൽമ്, അവൻ പറഞ്ഞു കൊടുത്ത ഇൽമ്. വബ്നുഹു അസ്സാലിഹു, അവൻ്റെ സ്വാലിഹായ മകൻ, അല്ലദി യദ്ഉല്ലാഹ ലി മഗ്ഫിറതിഹി, അവൻ്റെ മഗ്ഫിറത്തിന്, പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മകൻ. 2, ഇദാ ഹാവല ഇൻസാനുൻ അല ഇസാലത്തി മുസീബത്തിൻ ഔ ഹുസ്നിൻ അൻ അഖീഹി, തൻ്റെ സഹോദരൻ്റെ ഏതെങ്കിലും ഒരു ഹുസ്ന്, ദുഃഖമോ അല്ലെങ്കിൽ മുസീബത്ത്, ആപത്തോ ഇസാലത്ത് ചെയ്യാൻ, നീക്കാൻ ഒരാൾ ശ്രമിച്ചാൽ, ഒരു മനുഷ്യൻ ശ്രമിച്ചാൽ, യുസീലുല്ലാഹു, അള്ളാഹു നീക്കിക്കൊടുക്കും, അൻഹു, അവനെ തൊട്ട്, ഹുസ്നഹു വശറഹു, അവൻ്റെ ദുഃഖവും പ്രയാസവും ഒക്കെ, ഫി യൗമിൽ ഖിയാമത്ത് നാളിൽ. വമൻ ഖദ്ദമത് തൈസീറ വസ്സുഹൂലത ഇലാ സുദീഖിഹി, ആരെങ്കിലും തൻ്റെ കൂട്ടുകാരന് എളുപ്പം നൽകിയാൽ, എളുപ്പമാക്കി കൊടുത്താൽ, എന്തെങ്കിലും കാര്യം എളുപ്പമാക്കി കൊടുത്താൽ, ഫി മശക്കത്തിൻ, എന്തെങ്കിലും ഒരു പ്രയാസമുള്ള അവസരത്തിൽ, ദുരിതത്തിൽ എളുപ്പം ചെയ്തു കൊടുത്താൽ, സഹലല്ലാഹു ലഹു ഉമൂറഹു, അള്ളാഹു അവൻ്റെ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കും, ഫി ദുനിയാവൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. വമൻ സത്ര ഒയൂബ അഖീഹി, തൻ്റെ സഹോദരൻ്റെ ന്യൂനതകൾ ഒരുവൻ മറച്ചു വെച്ചാൽ, സത്രല്ലാഹു ഒയൂബഹു ഫി ദുനിയാവൽ ആഖിറ, അള്ളാഹു അവൻ്റെ ഒയൂബ് ആഖിറത്തിലും ദുനിയാവിലും മറച്ചു വെക്കും. യുസായിദുല്ലാഹു തആല അബ്ദഹു കുല്ലമാ യകൂനുൽ അബ്ദു ഫി മുസാഅദത്തി അഖീഹി, അടിമ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു അടിമയെ സഹായിക്കും. വമൻ ദഖല ഫി സബീലിൽ ഇൽമി, ആരെങ്കിലും വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടാൽ, സഹലല്ലാഹു ലഹു അത്വരീഖ ഇലൽ ജന്ന, അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ഖൈറു ത്വആമിൻ, ഏറ്റവും നല്ല ഭക്ഷണം, യഅ്കുലുഹു അൽ ഇൻസാനു, മനുഷ്യൻ തിന്നുന്ന, മാ യനാലുഹു മിൻ അമലിയദിഹി, തൻ്റെ കരം കൊണ്ടുള്ള പ്രവൃത്തി കൊണ്ട് സമ്പാദിക്കുന്ന ഭക്ഷണമാണ്. കാന നബിയു ദാവൂദ് അലൈഹി സ്വലാം യഈഷു മിൻ അമലിയദിഹി, ദാവൂദ് തൻ്റെ കൈകൊണ്ടുള്ള ജോലി കൊണ്ട് ജീവിച്ച നബിയാണ് ദാവൂദ് നബി. അൻ യജ്മഅ അൽ ഇൻസാനു ഹമലത്തൻ, ഒരു മനുഷ്യൻ ഒരു ഹമലത്തൻ മിൻ അൽ ഹത്തബ്, ഒരു ചുമട് വിറക് ശേഖരിക്കട്ടെ, ഫയബിഉഹ ഫി സൂഖ്, എന്നിട്ടത് മാർക്കറ്റിൽ വിൽക്കുന്നു, ആ കാര്യം ഖൈറുൻ ലഹു, അവന് നല്ലതാണ്, മിൻ അൻ തസവ്വല ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ യാചിക്കുന്നതിനേക്കാൾ. അൽ ഫഹ്മു വൽ ഇസ്തിആബ്, മാ ഹിയൽ അഅമാലു സലാസത്തു ലത്തി ലാ തൻഖതിഉ അൻ സാഹിബിഹി ഹത്താ ബഅദ മൗതിഹി, മരണത്തിന് ശേഷവും മുറിഞ്ഞു പോകാത്ത 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 3 പ്രവർത്തനങ്ങൾ. 1 അമലുൻ ജാരിയ, സദഖത്തുൻ ജാരിയത്തുൻ, 2 പിന്നെന്തായിരുന്നു പറഞ്ഞത്? ഇൽമുൻ യസ്തഫീദു ബിഹി അന്നാസു, പിന്നെ വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ മകൻ. ലിമൻ സഹലല്ലാഹു ലഹു അത്തരീഖ ലിൽ ജന്നത്തി, ആർക്കാണ് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുക? സഹലല്ലാഹു അത്തരീഖ ലിൽ ജന്നത്തി ലിമൻ യത്ലുബുൽ ഇൽമ് തേടുന്നവന്. മാഹുവ ഖൈറു ത്വആമി ത്വആമുൻ മിൻ അമലിയദിഹി, തൻ്റെ കരം കൊണ്ട് ജോലി ചെയ്തതിൽ നിന്നുമുള്ള ത്വആമാണ് ഏറ്റവും നല്ല ത്വആം. ആയിദ മുദക്കിറാത്തിൻ മൂജസത്തൻ അനിലാത്തിയ, താഴെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ലഘുവായ ലേഖനങ്ങൾ ഉണ്ടാക്കാം. ഒന്നാമത്തത് ഫളലുൽ ഇൽമി വൽ ജുഹൂദി ഫീ സബീലിഹി,
ഇൽമ് ഇൽമിൻ്റെ മഹത്വം വൽ ജുഹൂദ് ഫീ സബീലിഹി, ഇൽമ് നേടാനുള്ള കഠിനാധ്വാനം അതിൻ്റെയും മഹത്വം അല്ലേ. അതേപോലെ എന്താണ് ഇൽമിൻ്റെ മഹത്വം, ഇൽമ് നേടാനുള്ള, ഇൽമ് അന്വേഷിച്ചു കൊണ്ടുള്ള ഇൽമിൻ്റെ വഴിയിലുള്ള കഠിനാധ്വാനവും അതിനെക്കുറിച്ചൊരു ലേഖനം എഴുതുക. അതേപോലെ അത്തആവുന് വൽ മുസാഅദത്തു ബൈന അഫ്രാദിൽ മുജ്തമഇ, സമൂഹത്തിലെ വ്യക്തികൾക്കിടയിലുള്ള സഹകരണവും സഹായവും, താവുന് സഹകരണം. പിന്നെ അഹമിയത്തുൽ അമലി വത്തക്കസുബി, ജോലി ചെയ്യുന്നതിൻ്റെയും ധനം സമ്പാദിക്കുന്നതിൻ്റെയും അഹമ്യത്ത്, ഇമ്പോർട്ടൻസ്, പ്രാധാന്യം, അതിനെക്കുറിച്ചും ലേഖനം എഴുതുക. നമുക്ക് എഴുതി നോക്കാം. ഒന്നാമത്തത് ഫളലുൽ ഇൽമി വൽ ജുഹൂദ് ഫീ സബീലിഹി. അൽ ഇൽമു ഹുവൻ നൂർ അല്ലദി യുളീഉ ലനാ അൽ അഖ്ല, നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശമാണ്, ബുദ്ധിക്ക് വെളിച്ചം നൽകുന്ന ഒരു നൂറാണ്, പ്രകാശമാണ് ഇൽമ എന്നത്. വയജ്അലുനാ നഅരിഫു കുല്ല ഷൈഇൻ ഹൗലന, ഇൽമ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യവും അറിയുന്നവനാക്കുന്നു നമ്മളെ. മീൻസ് എല്ലാ കാര്യവും അറിയൽ, അതാണ് ഇൽമ്. ലിമാദ അൽ ഇൽമു മുഹിമ്മുൻ ജിദ്ദൻ, എന്തുകൊണ്ടാണ് ഇൽമ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയത്? ലി അന്നഹു അവ്വലു അംരി മിനല്ലാഹി, കാരണം അതാണ് അള്ളാഹുവിൽ നിന്ന് വന്ന ഒന്നാമത്തെ കാര്യം. അവ്വൽ കലിമത്തിൻ നസലത്ത് ഫിൽ ഖുർആൻ, ഖുർആനിൽ ഇറങ്ങിയ ആദ്യത്തെ വാക്കെന്താണ്? ഹിയ ഇഖ്റ എന്നതാണ് അല്ലേ, വായിക്കുക എന്നാണ്. വായിച്ചാലാണ് ഇൽമ് നേടാൻ കഴിയുക. അപ്പോൾ ഇസ്ലാമിൽ ഖുർആനിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞ ഒരു കാര്യമാണത്. വൽ ഇൽമു ത്വരീഖുൽ ജന്നത്തി, സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഇൽമ്. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, ഇൽമൻ അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു വഴിക്ക് ഇറങ്ങിയാൽ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അല്ലാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. യാനി, അതായത് കുല്ലു ഖുത്വത്തിൻ ഫീ ത്വരീഖിൽ മദ്രസത്തി, സ്കൂളിലുള്ള എല്ലാ ചുവടുവെപ്പും നമ്മുടെ, ഔ ഹിഫ്ദുൽ ഖുർആനി, ഖുർആൻ ഹൃദ്യസ്ഥമാക്കാനുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, ഹിയ ഖുത്വത്തുൻ ലിൽ ജന്ന, അതൊക്കെ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ചുവടുവെപ്പുകളാണ്. വൽ ഇൽമു യജ്അലുന, ഇൽമു നമ്മളെ ആക്കുന്നു, നുഹിബുല്ലാഹ അക്സർ, അള്ളാഹുവിനെ നമ്മളെ കൊണ്ട് കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്നു. അൽ ഇൽമു, ഇൽമുണ്ടെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാകും. അൽ ഉലമാ, ഇൽമുള്ളവർ, ആലിമുകൾ, ഹും അക്സറു നാസി ഖൗഫൻ വഹുബ്ബൻ ലില്ലാഹി, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുകയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്നവരവരാണ്. ലിഅന്നഹും യഅരിഫൂന ഖുവ്വത്തുല്ലാഹി വ ഫീ ഖൽഖിഹി, കാരണം അല്ലെങ്കിൽ യഅരിഫൂന ഖുവ്വത്തുല്ലാഹി, അത്രയും മതി, അള്ളാഹുവിൻ്റെ ശക്തി അവർക്കാണ് ശരിയായി അറിയുന്നത്. ഫി ഖൽഖിഹി മീൻസ് അവൻ്റെ സൃഷ്ടിപ്പിൽ. വയർഫഉക ഫി ദുനിയ, ഇൽമുണ്ടെങ്കിൽ ഇൽമു നിന്നെ ദുനിയാവിൽ ഉയർത്തും. അൽ ഇൽമു യജ്അലുക കബീറൻ വദാ ഷഅനിൻ, ഇൽമു നിന്നെ വലിയവനും ഷഅനുള്ള മഹത്വമുള്ളവനുമാക്കുന്നു. ഹത്താ ബാദ മൗതിക, നിൻ്റെ മരണത്തിന് ശേഷം പോലും നീ നൽകിയ ഇൽമു ഇവിടെ നിലനിൽക്കും. ഫ അജ്റു ഇൽമിക യബ്ഖാലക, നിൻ്റെ ഇൽമിൻ്റെ പ്രതിഫലം നിനക്ക് അവശേഷിക്കും, അതായത് മരണത്തിന് ശേഷവും നിനക്ക് നിൻ്റെ ഇൽമിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും, നീ ആ ഇൽമ് മറ്റുള്ളവർക്ക് നൽകുകയാണെങ്കിൽ. വ അലൈന അൻ നഹ്സുല അലൽ ഇൽമി ദുന്യവി ഐദൻ, ദുന്യവിയായ ഇൽമുകളും നമ്മൾ നേടണം. കൈഫ നബ്ദുൽ ജുഹദ ഫി തലബിൽ ഇൽമി, നമ്മളെങ്ങനെ ഇൽമ് സമ്പാദിക്കുന്നതിൽ കഠിനാധ്വാനം ചിലവഴിക്കും, നമ്മുടെ പരിശ്രമം എങ്ങനെ ചിലവഴിക്കും. അൽ ഇൽമു ലാ യഅതി ബിറാഹത്തി, നമ്മൾ ഇരുന്നത് കൊണ്ട് ഇൽമ് വരികയില്ല. ബൽ ബിൽ ജുഹദി, എന്നാൽ കഠിനാധ്വാനം ചെയ്താലാണ് ഇൽമ വരിക. വഹാദൽ ജുഹദ് മിസലൽ ജിഹാദ് ഫി സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് പോലെയാണ് ഈ ജുഹദ്, ഇൽമ നേടാനുള്ള പരിശ്രമം. അലൈക അൻ തജ്ലിസ വ തുറാജിഅ ദുറൂസക, നീ ഇരുന്നു കൊണ്ട് നിൻ്റെ പാഠങ്ങളൊക്കെ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. വ തസ്ബിറ അല സഹരി ഖലീലൻ, കുറച്ച് ഉറക്കമിളച്ചുകൊണ്ട് ക്ഷമിച്ച് നിൽക്കണം. വ അലൈക്കൽ അൽ ഇസ്തിമ, അൽ അലിഫ്ലാം ആണ്, വ അലൈക്കൽ ഇസ്തിമ അലിൽ മുഅല്ലിമി, അധ്യാപകനെ ശ്രദ്ധിച്ച് കേൾക്കണം. വൽ ബഹ്സു വസുആലു, പിന്നെ എന്ത് ചെയ്യണം, ഗവേഷണം നടത്തണം, ചോദ്യങ്ങൾ ചോദിക്കണം. അൻ തസ്അല അമ്മ ലാ തഅരിഫുഹു, നിനക്കറിയാത്തത് ചോദിക്കണം. ഫൽ ഖജലു ലാ യഅതി ബിൽ ഇൽമി, ലജ്ജ ഇൽമു കൊണ്ടുവരികയില്ല, ചോദിക്കാൻ മടി കാണിച്ച് ലജ്ജിച്ച് നിൽക്കുകയാണെങ്കിൽ അറിവുണ്ടാവുകയില്ല. വ തഅലീമു അസ്തിഖായിക, പിന്നെ നീ നിൻ്റെ കൂട്ടുകാരെ പഠിപ്പിക്കണം. ഇതാ അറഫ്ത ഷൈഅൻ, നിനക്കൊരു കാര്യം അറിയാമെങ്കിൽ ഫഅല്ലിംഹു ലി സദീഖിക, അത് നിൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ പറഞ്ഞു കൊടുക്കുക. വബിഹാദ യസീദു ഇൽമുക വഅജ്റുക, അതുകൊണ്ട് നിൻ്റെ ഇൽമും നിൻ്റെ പ്രതിഫലവും വർദ്ധിക്കുന്നതാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലവും ലഭിക്കും, നിൻ്റെ ഇൽമും വർദ്ധിക്കും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ. തദക്കർ, ഓർക്കുക, അൽ ഇൽമു ഹുവ അഫ്ളൽ കൻസിൻ തംലിഹുഹു, നീ ഉടമപ്പെടുത്തുന്ന ഏറ്റവും വലിയ നിധിയാണ് ഇൽമ്. ഫഹരിസ് അലൈഹി, അതുകൊണ്ട് അതിനെ ആഗ്രഹിക്കുക, അതുണ്ടാകാൻ. വജ്തഹിദ് ഫീ ദിറാസത്തിക, നീ നിൻ്റെ പഠനത്തിൽ
കഠിനാധ്വാനം ചെയ്യുക. ലിത്തക്കൂന നാഫിയൻ ലി നഫ്സിക വ ഉമ്മത്തിക, നിനക്ക് സ്വയം വേണ്ടിയും അതേപോലെ നിൻ്റെ സമൂഹത്തിന് വേണ്ടിയും നീ ഉപകാരമുള്ളവനായിത്തീരുന്നത് വരെ. രണ്ടാമത്തത് തആവുനു വൽ മുസാഅദത്തു ബൈന അഫ്രാദിൽ മുജ്തമഇ, സമൂഹത്തിലെ വ്യക്തികൾക്കിടയിലുള്ള പരസ്പര സഹകരണവും സഹായവും. തആവുനു സഹകരണം എന്നത് ഹുവ അൻ നഅമല മഅൻ, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കലാണ്. യദൻ ബിയദിൻ കൈകോർത്തുകൊണ്ട്, ലിനുത്തിമ്മ അമലൻ സാബൻ പ്രയാസകരമായ കാര്യങ്ങൾ ചെയ്യാൻ, പ്രവൃത്തി ചെയ്യാൻ നമ്മൾ പരസ്പരം ഒരുമിച്ച് പ്രവർത്തിക്കലാണ് തആവുൻ സഹകരണം എന്നത്. ഫനുസ്ബിഹ അഖ്വിയ, അങ്ങനെ നമ്മൾ കൂടുതൽ ശക്തരായിത്തീരും. വനുൻജിസൽ അഷ്യാ ബി സുഹൂലത്തിൻ വസുറാത്തിൻ, അങ്ങനെ നമ്മൾ കാര്യങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും നേടും ചെയ്യും. ഫദ്ലുൻ വ അഹമ്മിയത്തു അൽ മുസാദത്തി, സഹായത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും. അള്ളാഹു യുഹിബ്ബുൽ മുതആവിനീന, സഹകരിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഖാലലന റബ്ബുന, നമ്മളോട് അള്ളാഹു പറഞ്ഞു, വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ നന്മയിലും തഖ്വയിലും പരസ്പരം സഹകരിക്കുക. അൽ ബിർറു വത്തഖ്വ ഹുമാ കുല്ലു ഷൈഇൻ ജമീലും വതയ്യിബിൻ, ഏറ്റവും നല്ല കാര്യങ്ങളാണ് ബിർറും തഖ്വയും, നന്മയും തഖ്വയും എന്നത്. അന്നബി യൂസീന, നബി നമ്മളോട് പറയുന്നു, അള്ളാഹു ഫിയാവുനുൽ അബ്ദി മാക്കാൻ അൽ അബ്ദു ഫിയാവുനി അഹിഹി, ഒരടിമ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു അടിമയെ സഹായിക്കും. യാനി, അതായത് ഇതാ സഅത്ത ഗൈറക, നീ മറ്റുള്ളവരെ സഹായിച്ചാൽ ഫഇൻ അല്ലാഹ സയുസാഇദുക, അള്ളാഹു നിന്നെയും സഹായിക്കും. നുസ്ബിഹു കൽ ജസദിൽ വാഹിദ്, നമ്മൾ ഒറ്റ ശരീരം പോലെ ആയിത്തീരും ഇത് പരസ്പരം സഹകരിച്ചു കൊണ്ട് പ്രവർത്തിച്ചാൽ. ലൗ തഅല്ലമ ഉസ്ബുഉൻ, നമ്മുടെ ഒരു വിരൽ വേദനിച്ചാൽ, വാഹിദുൻ ഒരു വിരൽ വേദനിച്ചാൽ, മിന്ന നമ്മളുടെ തഅല്ലമൽ ജിസ്മു കുല്ലുഹു, നമ്മുടെ ശരീരം മുഴുവൻ വേദനിക്കും. കദാലിക നഹ്നു ഫിൽ മുജ്തമ, അതേപോലെ തന്നെയാണ് നമ്മൾ സമൂഹത്തിലും. നഹസുനു ലിഹുസ്നി ബഅദിന, നമ്മളിൽപ്പെട്ട ചിലർക്ക് ദുഃഖമുണ്ടായാൽ നമ്മളും ദുഃഖിക്കും. വനഫ്രഹു ലി ഫറഹി ബഅദിന, നമ്മളിൽ ചിലർക്ക് സന്തോഷമുണ്ടായാൽ നമുക്കും സന്തോഷമുണ്ടാകണം. അങ്ങനെയായിരിക്കണം. കൈഫന താവന, എങ്ങനെയാണ് നമ്മൾ സഹകരിക്കേണ്ടത്? അത്തആവുനു യഹദുസ് ഫി കുല്ലി മക്കാനിൻ, എല്ലാ സ്ഥലത്തും സഹകരണം സാധ്യമാണ്. വബിത്തുറുക്കിൻ ബസീത്തത്തിൻ, എളുപ്പമായ രൂപത്തിൽ. ഫിൽ ബൈത്തി, വീട്ടിൽ എങ്ങനെ സഹകരിക്കാം? നുസായിദ് ഉമ്മന വ അബാന ഫി തർത്തീബിൽ മൻസിൽ, വീട് ക്രമീകരിക്കുന്നതിലും മറ്റും നമ്മുടെ ഉമ്മയും ഉപ്പയും നമുക്ക് സഹായിക്കാം. ഫിൽ മദ്രസ, സ്കൂളിലാണെങ്കിലോ നുസായിദ് സദീഖൻ ലം യഫ്ഹമിദ് ദർസ. ഫിൽ കുല്ലിയ, കോളേജിൽ ആണെങ്കിൽ നമ്മുടെ കൂട്ടുകാരനെ, പാഠം അറിയാത്ത കൂട്ടുകാരനെ എന്ത് ചെയ്യാം? സഹായിക്കാം, അവനെ പഠിപ്പിച്ചു കൊടുക്കാം. വനുഷാരിഖ് ഫി തൻലീഫിൽ ഫസ്ൽ, ക്ലാസ് വൃത്തിയാക്കുന്നതിൽ സഹകരിക്കാം പരസ്പരം. ഫിൽ ഹൈ, നാട്ടിലാണെങ്കിലോ നുസായിദുൽ ജാർ അൽ കബീർ ഫി ഹംലിൽ അഷ്യായി. അൽ ജാറുൽ കബീർ മീൻസ് പ്രായമുള്ള ഒരു അയൽവാസിയെ നമുക്ക് എന്തെങ്കിലും വസ്തുക്കളൊക്കെ എടുത്തു കൊണ്ടുപോകാനൊക്കെ സഹായിക്കാം. വനഹമിയ ത്വരീഖ, നമുക്ക് വഴി സംരക്ഷിക്കാം, വഴിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നീക്കം ചെയ്യാം. തദക്കറു, ഓർക്കുക, തആവുന് കൊണ്ട് നസ്ന ഹയാത്തൻ അജ്മല, നമ്മൾ ഭംഗിയുള്ളൊരു ജീവിതമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് സഹകരണം കൊണ്ട്. വയുഹിബ്ബുന അല്ലാഹു വന്നാസ്, അള്ളാഹുവും ജനങ്ങളും നമ്മെ ഇഷ്ടപ്പെടും. കുൻ ദാഇമൻ മുഹിബ്ബൻ ലിൽ മുസാദ, എപ്പോഴും സഹായത്തിന് വേണ്ടി ഇഷ്ടപ്പെടുന്നവനാവുക. അഹമിയത്തുൽ അമലി വത്തകസ്സുബി, സമ്പാദിക്കുന്നതിൻ്റെയും ജോലി ചെയ്യുന്നതിൻ്റെയും പ്രാധാന്യം. അൽ അമലു വത്തകസ്സുബു, ജോലി ചെയ്യലും സമ്പാദിക്കലും. മുഹിമ്മാനി ജിദ്ദൻ ലിഹായത്തിന്, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അൽ അമൽ ഹുവ മിഫ്താഹുൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു താക്കോലാണ് ജോലി ചെയ്യുക എന്നുള്ളത്. അൽ അമലു യജ്അലുന ഖാദിരീന, ജോലി ചെയ്യൽ നമ്മളെ കഴിവുള്ളവരാക്കുന്നു. അലാ തഅമീനി ഇഹ്തിയാജാത്തിന ബി നഫ്സിന, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നാം സ്വയം നേടാൻ കഴിവുള്ളവനാക്കുന്നു. ദൂനൽ ഹാജത്തിൽ ലിൽ, മറ്റുള്ളവരോട് സഹായം തേടാതെ, അതായത് സ്വയം നമ്മൾ പര്യാപ്തരാകും ജോലിയുണ്ടെങ്കിൽ. യുഹഖിഖുൽ അഹ്ലാമ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പറ്റും. അൽ മാലുല്ലദീ നക്സിബുഹു, നമ്മൾ സമ്പാദിക്കുന്ന ധനം. യുസാഇദുന, നമ്മളെ സഹായിക്കുന്നു. അലാ ശിറാഇൽ അഷ്യാ ഇല്ലത്തി നുരീദുഹ, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്നു. വ തഹഖീഖി അഹ്ലാമിന, അങ്ങനെ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്നു. വൽ അമലു യുഅല്ലിമുന, അമൽ നമ്മളെ പഠിപ്പിക്കുന്നു. മഹാറാത്തിൻ ജദീദത്തൻ, പുതിയ ജോലികൾ. വയസീദു, പുതിയ സ്കിൽസ്. മഹാറാത്ത് മീൻസ് സ്കില്ല്, പുതിയ സ്കില്ലുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. വയസീദ് മിൻ ഖിബ്റത്തിന്, നമ്മുടെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുന്നു. വസിഖത്തിന ബി നഫ്സിന, നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നു. വബിൽ അമലി, ഈ ജോലി കൊണ്ട് യുംകിനു അൻ നുസാഹിമ ഫി തത്വീലിൽ ബലദി, രാജ്യത്തിൻ്റെ പുരോഗതിയിൽ നമുക്ക് പങ്കുചേരാൻ. യുസാഹിമ മീൻസ് പങ്കുചേരുക, എന്ത് ചെയ്യാം? നൽകുക, അല്ലേ? നമ്മുടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. വ മുസാഅത്തുൽ ആഖിരീൻ, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? വിറക് ശേഖരിച്ച് വിൽക്കുന്ന ഹദീസ് ഇതിൽ ചേർക്കാൻ പറ്റും. ഓക്കെ.